ഇതേനുണ്ട് ഇതേനെ വരച്ച് കാണിച്ചു തരാം ബാ. അപ്പോൾ ഇതുപോലത്തെ ഡ്രോയിങ്സ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല ഒബ്സർവേഷൻ സ്കില്ല് വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളേഴ്സ് കറക്റ്റായിട്ട് കണ്ടാൽ മാത്രമാണ് അത് അപ്ലൈ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുള്ളൂ. നമുക്കൊരു ഡ്രോയിങ് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള കളേഴ്സ് എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവണം. പിന്നെ ഈ ഒരു ഡ്രോയിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന കളേഴ്സ് കൂടുതലും ഗ്രേസ്, ബ്ലാക്ക്സ്, വൈറ്റ്സ്, പിന്നെ ഓറഞ്ചിൻ്റെ ഷെയ്ഡ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള വാല്യൂസ് കറക്റ്റ് പ്ലേസിൽ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൻസിൽസ് എപ്പോഴും നല്ല ഷാർപ്പായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് തിന്നായിട്ടുള്ള ലൈൻസൊക്കെ വരയ്ക്കാൻ ആ പ്രിസൈസ് ലുക്കിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മീനിനെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ മേത്ത് ഈ ലൈറ്റ് വരുന്ന കാരണം നല്ല ഹൈലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് വാല്യൂവിൽ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു 3D ലുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ ടോണ്ട് പേപ്പറാണ്. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് പെൻസിൽസ് എന്ന് പറയുന്നത് ഗ്ലാസ് പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക്സ്, ഗ്രേസ്, ബാക്കി എല്ലാ കളേഴ്സിനും വേണ്ടിയിട്ട് നമ്മൾ ബ്രസ്ട്രോൻ്റെ കളർ പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എന്നെ ഫോളോ ചെയ്യുക, എൻ്റെ കൂടെ ജേർണിയിൽ കൂടുക. ഓക്കെ, ബൈ ബൈ.